ചില ദിവസം അടുക്കളയിൽ കടന്നാൽ ഒരു ചോദ്യം, ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത്? അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പച്ച നിറമുള്ള ക്യാപ്സിക്കം എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് എന്നെ ഉണ്ടാക്കണേ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ശരി, നമുക്കൊരു ക്യാപ്സിക്കം മസാല തയ്യാറാക്കാം. നല്ല 3 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. ഈ ക്യാപ്സിക്കം ഒരു ഫുൾ ഓഫ് ഗുഡ്നസ് പച്ചക്കറിയാണ്. ഇതിൽ വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, കുറഞ്ഞ കലോറി എന്നിവ നിറഞ്ഞിട്ടുണ്ട്. രുചിയുള്ളതും ആരോഗ്യമുള്ളതുമായ ഒരു പച്ചക്കറിയാണ്. ഇത് നമ്മുടെ വിഭവങ്ങളിൽ ചേർത്താൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അരോമ ഉണ്ടാവും, ഒരു നല്ലൊരു മണം കിട്ടും. ഇനി ഇതിന് വേണ്ടത് തക്കാളിയാണ്. നല്ല 2 തക്കാളി മുറിച്ചെടുക്കാം. തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഇല്ലാതെ ചില കറികൾ ഉണ്ടാക്കുന്നത് ആലോചിച്ചാൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ പച്ചക്കറിക്ക് അതെത്ര ശക്തിയെന്ന് നോക്കൂ. എല്ലാവരെയും ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ ഇതിന് കഴിയും. പിന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇവ തന്നെയാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റും മസാലയും കൂട്ടുന്നത്. ഉള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് റെഡിയാക്കി വെക്കാം. ഇതൊന്ന് നമുക്ക് അമ്മിക്കല്ലിൽ അരച്ചെടുക്കാം. അതിൻ്റെ രുചി വേറെ തന്നെ. എല്ലാം തയ്യാറായി. ഇനി നമുക്ക് പാചകത്തിനിറങ്ങാം. സാധനങ്ങളും ചേരുവകളും റെഡി. ഇനി ഒരു പാൻ ചെറുതായി ചൂടാക്കി പാചകം ആരംഭിക്കാം. ഈ പാത്രം ചൂടാക്കി ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലതുപോലെ വെന്ത് ഒരു പേസ്റ്റ് രൂപത്തിലാകണ വരെ നമുക്ക് ഇത് ഇളക്കി വേവിക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് അരിഞ്ഞു വെച്ച 3 ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നമ്മൾ അധികം വേവിക്കുന്നില്ല. ഒരു ചെറിയ ക്രഞ്ച് അതിലുണ്ടാവുന്നത് വളരെ നല്ലതാണ്. നന്നായി ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ആവശ്യമില്ല. ഇതിലുള്ള വെള്ളത്തിൽ തന്നെ ഈ ക്യാപ്സിക്കം വെന്ത് കിട്ടും. നോക്കൂ, പാകത്തിന് വെന്തിട്ടുണ്ട്. കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് ഇതിനെ ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഒരു 10 അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് വെച്ചിരുന്നു. അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചത് ചേർക്കാം. ഇത് ചേർത്താൽ മസാലയ്ക്ക് നല്ല ഒരു ക്രീമി ടെക്സ്ചർ നൽകും. പച്ചക്കറിയും മസാലയും നന്നായി അടുപ്പിച്ച് രുചിയും പോഷകമൂല്യവും കൂട്ടും. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം മസാല റെഡിയായി. ട്രൈ ചെയ്ത് നോക്കൂ, കമൻറ്റിൽ അറിയിക്കും. വളരെ നന്ദി എൻ്റെ ഈ വീഡിയോ കാണുന്നതിന്. നമ്മളൊരു സാധാരണ ആശയങ്ങളിൽ നിന്ന് പുറത്തുപോയി പാചകം ചെയ്യുമ്പോൾ അത് എപ്പോഴും അത്ഭുതകരമായി രുചിയാകും.